കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്കെടുക്കാൻ പുരുഷാങ്കനമാർ എത്തി തുടങ്ങിയതോടെ വേറിട്ടൊരു ദേശീയോത്സവത്തിന് ക്ഷേത്ര പരിസരം സാക്ഷിയാവുകയാണ്. കൊറ്റംകുളങ്ങര ഭഗവതിയുടെ കാരുണ്യ കടാക്ഷത്തിന് വേണ്ടിയാണ് ഇവിടെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തി സ്ത്രീവേഷം കെട്ടുന്നത്. ചമയവിളക്ക് കാണാൻ ഏറെ വിദേശികളും ഇവിടെ എത്താറുണ്ട്. കാടുകളും പുൽപ്രദേശങ്ങളും വിശാലമായ കുളവും നെൽപ്പാടങ്ങളുമുള്ള പ്രദേശമായിരുന്നു ഇവിടം. കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ കാലികളെ മേയ്ക്കുന്ന സമയം അടർന്നു വീണ നാളികേരം ഉയർന്നു നിന്ന ശിലയിൽ ഇടിക്കുകയും ശിലയിൽ നിന്ന് രക്തസ്ഫുരണം ഉണ്ടാവുകയും ചെയ്തു. ഭയവിഹ്വലതയിലായ കുട്ടികൾ പ്രദേശവാസികളെ വിവരമറിയിച്ചു. ശിലയ്ക്ക് ചുറ്റും കുരുത്തോല കൊണ്ട് അമ്പലമുണ്ടാക്കി വെള്ളയ്ക്ക കുതിരകളെ കെട്ടി ഉത്സവവും നടത്തി. അടർന്നു വീണ നാളികേരം ഒരുക്കി കൊറ്റനാക്കി നിവേദ്യവുമായി സങ്കല്പിച്ചു എന്നതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. പിന്നീട് എല്ലാ വർഷവും മീനമാസത്തിലെ 10ഉം 11ഉം തീയതികളിൽ ഉത്സവമായി തുടരുന്നു. പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുത്ത് ഉറഞ്ഞുതുള്ളിയും ഉത്സവം കൊണ്ടാടുന്നു. കൊറ്റംകുളങ്ങര ദേവിക്ക് മുന്നിൽ നേർച്ചയായും കാര്യസിദ്ധി വഴിപാടായും ഇവിടെ പുരുഷന്മാർ സ്ത്രീവേഷമണിയുന്നുണ്ട്. കുന്തളഭാരം കോതിക്കെട്ടി കൈത്തണ്ട നിറയെ പൊൻവളകളണിഞ്ഞ് കഴുത്തിൽ മാലകളും ചാർത്തി താമ്പൂല ചർവണ്ണത്താൽ മുഖശ്രീ കൂട്ടി കയ്യിൽ ചമയവിളക്കുമേന്തി ദേവീ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് പുരുഷാങ്കനമാർ. കിഴക്ക് കുഞ്ഞാലുമൂട്ടിൽ നിന്ന് ഉറഞ്ഞുതുള്ളി വരുന്ന ദേവി അവർക്ക് ദർശനം നൽകുന്നു അത്രേ. സ്ത്രീവേഷമണിയാൻ ക്ഷേത്ര പരിസരത്ത് 50ലധികം മേക്കപ്പുരകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളെത്തി വേഷമിട്ട് ക്ഷേത്രത്തിന് ചുറ്റും നിലവിളക്കുമായി നിൽക്കുന്നത് ഏറെ ആകർഷകമായ കാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ഇവിടെ വിളക്കെടുപ്പ് നടക്കുന്നത്. കൊല്ലം, ചവറ, കരുനാപ്പള്ളി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം സ്ത്രീവേഷമണിഞ്ഞ പുരുഷാങ്കന്മാരുടെ തിരക്കാണ്. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്താനുള്ള തിരക്കിലാണ് ഇവരും. ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് പുരുഷാങ്കനമാരുടെ വിളക്കെടുപ്പ്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ഉത്സവ ആഘോഷങ്ങളുടെ മേളക്കൊഴുപ്പിലാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും വേറിട്ടൊരു ആചാര രീതിക്കും നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ തവണയാണ് കൊറ്റംകുളങ്ങരയിൽ വന്ന് വേഷം കെട്ടാറുള്ളത്. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ 5 തവണ വരുന്നത്? തുടർച്ചയായിട്ട് ഞാൻ ഓരോ ആവശ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ആ ആവശ്യങ്ങൾ ഓരോ വർഷവും നിറവേറ്റി തരും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് വന്ന് വരും. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഓരോ വർഷങ്ങൾ വരുന്നത്. എല്ലാ വർഷങ്ങളും ഒരുമിച്ചാണ്? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ്. കൊറ്റംകുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറാമാൻ ജയമോഹനൊപ്പം BR ശ്രീകുമാർ.